കൊച്ചി നഗരത്തിന്റെ പ്രാചീന ചരിത്രം പരിശോധിച്ചാൽ ഇതിന്റെ ഒരു സാംസ്കാരിക ആസ്ഥാനം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ പിന്നീട് കൊച്ചി നഗരം വികസിച്ചതോടുകൂടി തൃപ്പൂണിത്തുറയിൽ മൊത്തത്തിൽ ഒരുതരം കൺജഷൻ വന്നതോടുകൂടി നമ്മുടെ സാംസ്കാരിക ആസ്ഥാനം എന്നത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗവും പ്രാന്തപ്രദേശങ്ങളുമായിട്ട് മാറുകയാണ്. ഈ ഒരു തിരിച്ചറിവിന്റെ പിൻബലത്തിലാണ് കൊച്ചി നഗരസഭ വളരെ വിപുലമായ സാംസ്കാരിക നവോത്ഥാന പരിപാടികൾ, അത് സംസ്കാരത്തിന്റെ വിവിധ തലങ്ങളിൽപ്പെട്ട അംശങ്ങളെ സമഗ്രമായി ഉദ്ഗ്രഥിക്കുകയും പരിഷ്കരിക്കുകയും ഏകോപിപ്പിക്കുകയും ഇതിനെല്ലാറ്റിനും നിലനിൽക്കാവുന്ന ഇടങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. അത് കൊച്ചി നഗരത്തെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും ഫോർട്ട് കൊച്ചി പോലുള്ള വളരെ സാംസ്കാരികമായി വളരെയധികം സമ്പത്ത് അവകാശപ്പെടാനാവുന്ന ഫോർട്ട് കൊച്ചി പോലുള്ള പള്ളുരുത്തി പോലുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള അവിടെയുള്ള പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാര്, അവിടെ ഉണ്ടായിട്ടുള്ള സാംസ്കാരിക പദ്ധതികൾ, ഇവയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കൊച്ചി നഗരത്തെ ഒരു സാംസ്കാരികമായ സമുന്നതമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് കൊച്ചി കോർപ്പറേഷൻ ഏറ്റെടുത്തിട്ടുള്ളത്. അത് സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം, നൃത്തത്തെ സംബന്ധിച്ചിടത്തോളം, മുഖ്യധാരയിൽ വരുന്ന കലാരൂപങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തിന്, കൊച്ചി നഗരത്തിന് അവകാശപ്പെടാവുന്ന സാംസ്കാരികവും സാഹിത്യപരവും കലാപരവുമായ വലിയ ശേഷികളെ, വലിയ സമ്പാദ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സമഗ്രമായ ഒരു സമുദ്ധാരണത്തിനുള്ള വളരെ ഗണനീയമായ പ്രവർത്തനങ്ങൾ കൊച്ചി കോർപ്പറേഷൻ കാഴ്ചവെക്കുന്നുണ്ട്. അതിന്റെ സദ്ഫലങ്ങൾ പൊതുജനങ്ങൾക്ക്, സാംസ്കാരികമായ ആഭിമുഖ്യം കൂടുതലായി പുലർത്തുന്ന ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഈ തരത്തിലുള്ള വലിയൊരു മുന്നേറ്റം കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് നടത്താൻ കൊച്ചി നഗരത്തിന് സാധിക്കുന്നു. ഇതിനു വേണ്ടി വരുന്ന അസാധാരണമായ സാമ്പത്തിക വിനിമയവും നടത്താനായി കൊച്ചി കോർപ്പറേഷൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. നിസ്സാര സംഗതിയല്ല. അതിന്റെ സൗന്ദര്യപരമായി, അതിന്റെ സാംസ്കാരികമായി, സാമ്പത്തികമായി അതിന്റെ ഒരു സാമൂഹിക സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ബഹുതല സ്പർശിയായ കലാവികസന, സാഹിത്യ വികസന, സംസ്കാരം, ഭാഷാ വികസന സംസ്കാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന കർമ്മനിരതമായ അങ്ങനെ ഒരു ജീവിതത്തിലാണ് കൊച്ചി കോർപ്പറേഷൻ ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, അതിന്റെ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കടക്കം സകല ഭാവുകങ്ങളും ആശംസിക്കുന്നു.